പിടിച്ചും കൊടുത്തില്ല ഒരെണ്ണം പൊട്ടിച്ചാൽ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എസൻസി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്ന സെറ്റിങ്, അതിലുപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടീസ്, ആക്ടേഴ്സ്, അവരുടെ പെർഫോമൻസ്, എന്തൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റിംഗ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് മിസ്സൻസി. അത് ഭയങ്കര രസമായിട്ട് അദ്ദേഹം ചെയ്യും. ഇങ്ങനെ കാണും തോറും പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒന്നുറപ്പാലോ. ജിത്തു ജോസഫിൻ്റെ മിറാഷ് റിലീസാകാൻ പോകണം, നമ്മുടെ ആസിഫിലേക്ക് അഭിനയിച്ച പടം. അതേപോലെ തന്നെ ദൃശ്യം 3യുടെ അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് വമ്പനായിട്ട് ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം ജിത്തു ജോസഫിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വേറെ ലെവലാണ്, നമുക്കറിയാലോ. പക്ഷേ പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ ലെവലാണ്. ചില ഷോട്ടുകളൊക്കെ കണ്ടിട്ട് എന്തിനാ എങ്ങനെ എടുക്കുന്നത്, കുറച്ചുകൂടെ ബജറ്റ് കൂട്ടി എടുത്തുകൂടെ, അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. സോഷ്യൽ മീഡിയ മൊത്തം ആ ഡിസ്കഷനാണ് ഇപ്പോൾ കറൻ്റ്ലി. അത് ചോദിക്കുന്നതിലൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം പുള്ളിയുടെ മേക്കിംഗ് നമുക്ക് തോന്നും ഇത് ഗംഭീര സ്ക്രിപ്റ്റാണ്, ആ ലെവലിലേക്ക് മേക്കിംഗ് പോയിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാരിയായിരിക്കും. പക്ഷേ എന്നാലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് പലർക്കും ഇഷ്ടമല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു കല്ലടിയായിട്ട് തോന്നുമെങ്കിലും അതിന് ചില പോസിറ്റീവ് സൈഡ്സ് കൂടി ഉണ്ട്. ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് പുള്ളി വലിയ അസിസ്റ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല, ആകെ ഒരു പടം മറ്റേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി ഡയറക്റ്റ് പടങ്ങൾ ചെയ്യാണ് ചെയ്തത്. ഒരു പക്ഷേ അദ്ദേഹം വല്ലാണ്ട് അസിസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഡയറക്ടറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി കണ്ട് റോൾ മോഡലാക്കി എടുത്ത് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരാൾക്ക് ഇത് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഭയങ്കരമായിട്ട് അയാൾ മൈൻഡിലേക്ക് കയറി വരും. ഇദ്ദേഹത്തിന് അതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ വേണേൽ ചെയ്യാം, അദ്ദേഹത്തിന് തോന്നിയ പോലെ എടുക്കുന്നതെന്ന് ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അത്ര ഫ്രീ ആയിട്ട് ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് ബോധഡ് ആവാണ്ട് സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ജിത്തു ജോസഫിൻ്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാനുള്ള കുറച്ച് ഘടകങ്ങളുണ്ട് എനിക്ക് തോന്നിയതാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സബ് ടെക്സ്റ്റാണ്. അതായത് ഇപ്പോൾ രണ്ട് ആക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുകയാണ്, രണ്ട് കഥാപാത്രങ്ങൾ. അവർ സംസാരിക്കുമ്പം അവർ പറയുന്ന കാര്യം എന്ന് പറയുന്ന ജസ്റ്റ് ഒരു സർഫസ് ഏരിയ മാത്രമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദൃശ്യത്തിലോ മെമ്മറീസിലോ ഒക്കെ എവിടെയെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സീനൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം, അവർ പറയുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ എല്ലാ കാര്യത്തിനും ഉള്ളിലും മറ്റൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇപ്പം ജോർജ് കുട്ടി പറയുന്ന പല ഡയലോഗ്സ് അയാളുടെ ഉള്ളിൽ മറ്റൊരു ഫീലിംഗ് ആണുള്ളത്, അയാൾ ഇതിവിടെ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഈ സംഭാഷണത്തിലൂടെ കൂടിയാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റായിട്ട് എനിക്ക് തോന്നിയത് മോറൽ ആംബിഗ്യൂറ്റി എന്ന് പറയുന്ന സംഭവം. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നീതിയും അനീതിയും തമ്മിൽ വ്യത്യാസം, അതിൻ്റെ ഇടയിൽ പെട്ടുപോയൊരവസ്ഥ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു പീഡന കേസ് പ്രതി നമ്മൾ കാണുന്നു, അവനെ കാണുന്നു, അവൻ തെറ്റ് ചെയ്യുന്നുള്ള കാര്യം തെളിഞ്ഞു. നമുക്ക് ഫസ്റ്റ് വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചും കൊടുത്തില്ല ഒരെണ്ണം പൊട്ടിച്ചാൽ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ജസ്റ്റിസ് നിയമങ്ങൾക്കനുസരിച്ചാണ് വർക്കാവുന്നത്. പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ അതവിടെ വർക്കാവുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് തന്നെ നോക്കിയിട്ട് ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഈവൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ജോർജ് കുട്ടിയുടെ കഥാപാത്രം ഒരു ഡിഫെൻസീവ് മെക്കാനിസം ലെവലിലാണ് അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ നമുക്കും തോന്നും നമ്മളിങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ചിലപ്പോൾ ഇങ്ങനെ തന്നെ പ്രതികരിച്ചേക്കാം. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റിസ് കിട്ടാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ നമ്മളത് കാണുന്നു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. അത് കറക്റ്റായിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ സിനിമകളിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ദൃശ്യം പോലെ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് വർക്കായില്ലെങ്കിലും ആംബിയൻ സൗണ്ട്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് സീക്വൻസ് നമ്മൾ കാണിച്ചു തരികയാണ്, ആ സമയത്തൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്ന സറ്റിലായിട്ടുള്ള ആംബിയൻ സൗണ്ട്സ് കാണിക്കാറുണ്ട്. ഇപ്പോൾ ചീവീട് കരയുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോയ്സുകളോ അത് നല്ല രസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ആസ്വാദന നിലവാരത്തെ വല്ലാണ്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും. ഇത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് അദ്ദേഹം പലപ്പോഴും ഒരു ഫോർ ഷാഡോയിങ് നടത്തും. അതായത് തൻ്റെ കഥാപാത്രം ആ സിനിമയിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതിന് ചെറിയൊരു ഹിൻറ്റ് അദ്ദേഹം ആദ്യമേ കൊടുക്കും. നമുക്കത് മനസ്സിലാവില്ലെങ്കിൽ പോലും അത് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആ പടം കഴിയുമ്പം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടി അയാൾ നന്നായിട്ട് സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും 4ാം ക്ലാസ്സുകാരുടെ ബുദ്ധിയെല്ലാമൊക്കെ ആദ്യമേ റിവീൽ ആവുന്നുണ്ട്. മെമ്മറീസ് എടുത്ത് നോക്കിയ സംഭവം കാണാം. കൂമനിൽ ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് കൂമൻ. അങ്ങനെ മിക്ക സിനിമകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സിഗ്നേച്ചർ സംഭവം ഇട്ടിട്ട് നമ്മളിങ്ങനെ എൻഡിങ് വരെ നമ്മളിങ്ങനെ എൻഗേജ് ആക്കി കൊണ്ടുപോകും. ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഉണ്ടല്ലോ, ക്യാരക്ടർ അതിങ്ങനെ ബിൽഡ് ചെയ്യുന്നു, ആ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു, എല്ലാം കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഷോ ഡിവിഷനെ കുറിച്ചിട്ട് പലർക്കും മിക്സ് ആയിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ഷോട്ടുകളൊക്കെയാണ്. പക്ഷേ പുള്ളി ക്ലോസപ്പ് പ്ലേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു സ്ക്രിപ്റ്റിൽ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് അത് റിവീൽ ആവണമെന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് കറക്റ്റായിട്ടൊരു ക്ലോസപ്പ് പുള്ളി വെച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ക്ലോസപ്പ് നമുക്ക് കാണണം തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ ഈ സമയത്ത് എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഫ്രെയിം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു ഗംഭീര ആക്ടറിനെ ക്ലോസപ്പ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ആ ഒരു പ്രത്യേക ഡിമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുക പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ് ഒരു സിനിമ കാണുന്ന സമയത്ത്. എസ്പെഷ്യലി ഒരു ത്രില്ലർ ആണെങ്കിൽ. ഇത് ദൃശ്യത്തിൽ മാത്രമല്ല നേരിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ലാലേട്ടനെ കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈവൻ മെമ്മറീസ് നോക്കുകയാണെങ്കിലും അതേ ഫീൽ തന്നെയാണ്.
ജനറലി ഈ ത്രില്ലേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ലെജൻഡറി ആയിട്ടുള്ള ഡേവിഡ് ഫിഞ്ചറിനെ പോലുള്ള ഡയറക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ചില കൺസെപ്റ്റ്സ് ഉണ്ട്. ഡയജറ്റിക് ടൈം മാനിപ്പുലേഷൻ, അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദൃശ്യത്തിൽ ലാലേട്ടനെ പിടിച്ചിട്ട് തല്ലുന്നൊരു സീക്വൻസ് ഉണ്ട് ഫാമിലിയായിട്ട് എല്ലാവരും കൂടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ചെറിയൊരു സീക്വൻസ് മാത്രമാണ്, പക്ഷേ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു സീക്വൻസ് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ നമുക്കത് ഭയങ്കര ഒരുപാട് നേരമുള്ള പോലെ ഫീൽ ചെയ്യും. നമ്മൾ ആ ടെൻഷൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ഈവൻ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന തൊട്ടിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാലും ആ ഒരു ടെൻഷൻ നമ്മൾ ഫ്രീ ആയിട്ടുണ്ടാവില്ല. അതായത് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആ ഒരു സീക്വൻസിലെ ആ ഒരു ടെൻഷൻ ത്രൂ ഔട്ട് നമ്മുടെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും. അതായത് ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ശരിക്കും ആ സീക്വൻസിൽ കാണുന്ന ഒരു സമയത്തിലായിരിക്കില്ല നമ്മൾ ആ ടെൻഷൻ. ആ ഒരു സീക്വൻസ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകാം, നമ്മുടെ മൈൻഡ് അങ്ങനെയല്ല വർക്ക് ചെയ്യുക. നമ്മൾ ആ ടെൻഷൻ തന്നെയായിരിക്കും ത്രൂ ഔട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ കൊറിയോഗ്രാഫി, മിസൻ സീൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്ന സെറ്റിങ്, അതിലുപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടീസ്, ആക്ടേഴ്സ്, അവരുടെ പെർഫോമൻസ്, എന്തൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റിംഗ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് മിസൻ സീൻ. അത് ഭയങ്കര രസമായിട്ട് അദ്ദേഹം ചെയ്യും. എല്ലാ സിനിമയിലും ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സിനിമകളിൽ ഭയങ്കര വൃത്തിക്ക് ചെയ്യും. ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന രീതി, എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പം ദൃശ്യത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ആ പോലീസ് സ്റ്റേഷൻ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് ചിലപ്പം റിവീലാക്കുന്ന ചില ഷോട്ടുകൾ അദ്ദേഹം പ്ലേസ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്ട്സുകളുണ്ട്. ഒരു സീൻ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, പോലീസുകാർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്ന സമയത്ത് അദ്ദേഹം ജസ്റ്റ് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത് താഴേക്ക്. അങ്ങനെ ആക്ടേഴ്സിനെയും മൊത്തം, ഞാൻ പറഞ്ഞില്ല, മൊത്തം കാര്യങ്ങളെല്ലാം അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാര്യം എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ മിക്ക ത്രില്ലർ സിനിമകളും കാണുന്ന സമയത്ത് ചിലപ്പം ഒരു ഷോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ പറയും, ഓ ഇതാണ് വില്ലൻ, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് വർക്കാവും. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യില്ല. ലാസ്റ്റ് വരെ നമ്മൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഹുക്കായി നിൽക്കും. അതാണ് പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ഇതുപോലെ നമ്മൾ വീണ്ടും കാണുന്നവർ ഒരുപാട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായാലും ദൃശ്യം 3 2026 റിലീസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കാണ് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.